എല്ലാവർക്കും നമസ്കാരം. ഇതിന്ന് വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. കാരണം ലോകം അങ്ങനെയാണ് എന്ന ഒരു ഷോർട്ട് ഫിലിം എന്ന് പറയാൻ പറ്റത്തില്ല, 1 മണിക്കൂറോളം നീളമുള്ള ആ ഷോർട്ട് ഫിലിമിൽ 55-ലേറെ ആൾക്കാർ അഭിനയിക്കുകയും ആ അഭിനയിക്കുന്നവർ വളരെ മികവുറ്റ അഭിനേതാക്കൾ തൊട്ട് പുതുമുഖങ്ങളെ വരെ ഉൾപ്പെടുത്തിയിട്ട് നിർമ്മിച്ച ആ ഷോർട്ട് ഫിലിമിൽ അനേകം സന്ദേശങ്ങൾ സമൂഹത്തിന് നൽകുന്നുണ്ട്. മയക്കുമരുന്നും മദ്യത്തിനും എതിരെയുള്ള ശബ്ദമുയർത്തൽ, അതുപോലെ തന്നെ മാതാപിതാക്കളെ മറന്ന് പ്രായപൂർത്തിയായാൽ ഉടനെ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്ന കുമാരന്മാർക്ക് സംഭവിക്കുന്ന വിപത്ത്, അതുകൂടാതെ വളരെ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത പുരുഷ പീഡനത്തിനെ കുറിച്ചുള്ള അവരുടെ ആ ഒരു ദുഃഖവും കൂടി ഈ ഷോർട്ട് ഫിലിമിൽ ഹൈലൈറ്റ് ചെയ്ത് ആദ്യമായിട്ട് അങ്ങനെ അത്തരത്തിലുള്ളൊരു ഷോർട്ട് ഫിലിം ഇറക്കുകയാണ് ചെയ്തത്. ഇത് ഇന്നലെ യൂട്യൂബിൽ ലോഞ്ച് ചെയ്യുകയും വൻ വിജയത്തോടു കൂടി അത് എല്ലാവരും കാണുകയും കമൻസ് പറയുകയും ഷെയർ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വൈറൽ സിനിമയെ പോലെ തന്നെ അത് ഷെയർ ചെയ്തുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ഞങ്ങൾ അതിൽ അഭിനയിച്ചിട്ടുള്ളവരും പങ്കാളികളായിട്ടുള്ള എല്ലാവരും കൂടി ചേർന്ന് ആ ഒരു സന്തോഷം പങ്കുവെക്കാനായിട്ട് ഞങ്ങൾ ഒത്തുകൂടിയതാണ് ഇന്നിവിടെ ഈ ബീച്ചിൽ. അങ്ങനെ ഞങ്ങളുടെ ഈ ബന്ധം ആ ഒരു സിനിമ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇനി മേലിലും തുടർന്ന് ഓരോ പരിപാടികളും ഓരോ പ്രോജക്റ്റുകളും ചെയ്യുമ്പോൾ ഞങ്ങൾ വീണ്ടും ഒത്തുകൂടുമെന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി ഞങ്ങൾ ഒത്തൊരുമിച്ച് കൂടുകയാണ്. ലോകം അങ്ങനെയാണ്. ഞാൻ നിങ്ങൾക്കെല്ലാം പരിചയമുള്ള ഒരു പഴയ കാല നടിയാണ്. ഷോർട്ട് ഫിലിമിൽ എനിക്ക് മുത്തശ്ശനായി ഒരു കഥാപാത്രം ചെയ്യാനുള്ള അവസരം തരികയും ലോകം അങ്ങനെയാണ്. ജസീന്ത മോറിസിൻ്റെ കഥ, തിരക്കഥ, സംഭാഷണം ഷോർട്ട് ഫിലിമാണ്. അതുകൊണ്ട് അതെല്ലാവരും കണ്ട് അതിൽ വിജയത്തിലേക്ക് എന്നെ നയിക്കണം. ഓൾ ഇൻ ഓൾ എന്നെ പോലെ ഒരു ലേഡിയാണ് എന്നുള്ളതാണ്. കാലിക പ്രസക്തമായ സംഭവങ്ങളെ ആസ്പദമാക്കി സന്ദേശമാണ് ഈ സിനിമ നൽകിയിരിക്കുന്നത്. എന്തൊക്കെ വിപത്താണ് മയക്കുമരുന്നിന്മേലുണ്ടാകുന്നത് എല്ലാവരും ഉണ്ട്.